അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു മിനി വ്ളോഗാണ്. ഇന്ന് ഒരു മിനി വ്ളോഗാണ്. ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വെളിയിലൊന്നും പോകുന്നില്ല, വെറുതെ വീട്ടിൽ ഹാങ് ഔട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഹാങ് ഔട്ട് ചെയ്ത് കളിക്കാനൊക്കെ പോകണം. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആൾ ഒളിച്ച് പാത്ത് കളിക്കുകയാണ്. കണ്ടു, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോളൂ, കണ്ടു. ഇനി ഒളിച്ചിരിക്കണ്ട. കണ്ടു ഒളിച്ചിരിക്കണ്ട. കണ്ടു. ഇതാണ് നമ്മുടെ അബിഗേൽ ബാഡിയാണ്. ഓക്കെ, എവിടെയാണോ മുഖം? അവിടെ ഫോൺ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം അടിക്കുന്നുണ്ട്. പോച്ചേക്കട്ടെ. ഓക്കെ, അബിഗേൽ ആർ തോമസ് ആണ്. അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. നമ്മളിനി പതുക്കെ നടന്ന് പോകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഇപ്പം ഇവിടുന്ന് നമ്മൾ അനങ്ങുവാണ്. നമ്മൾ പതുക്കെ വെളിയിലിറങ്ങുകയാണ്. അപ്പം ഞാൻ ഇച്ചിരി വ്ളോഗ് എടുക്കുള്ളൂ, ബിക്കോസ് എൻ്റെ ഫോൺ കാണത്തില്ല. അപ്പം അവിടെ ചെന്നിട്ട് നീയുടെ ഫോണിൽ നിന്നായിരിക്കും വ്ളോഗ് എടുക്കുന്നത്. അപ്പം നമ്മൾ 10 മണിക്ക് വിളിച്ച അബിഗേൽ വന്നു. അങ്ങനെ നമ്മൾ 12 മണിയാവാറായി. 12 മണിക്ക് നമ്മൾ ഇറങ്ങുന്നു. അപ്പം അതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണേ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഓക്കെ, സ്റ്റേ ട്യൂൺ. നമ്മുടെ അബിഗേലും ഒക്കെ ആയിട്ടോ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, നമ്മളിപ്പം അബിഗേലും ആയിട്ട് ഇവിടെ അബിഗേൽ എൻ്റെ നിന്ന് വീഡിയോ തകർത്ത് വാങ്ങിക്കുന്നു. ഞാൻ സമ്മതിക്കുന്നില്ല. അബിഗേലുണ്ട്. അബിഗേലിന് ഒരു വീഡിയോ എൻ്റെ നിന്ന് തകർത്ത് വാങ്ങിക്കാൻ നോക്കുന്നു. കണ്ടോ കേസ് അബിഗേലൊരു വീഡിയോ തകർത്ത് വാങ്ങിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. അബിഗേൽ ഓക്കെ, നമ്മളിന്ന് എയറാണ്. ഇങ്ങോട്ട് കാണിക്കും. പൂക്കി അബിഗേൽ, ബാഡി അബിഗേൽ. കേസ് ഇന്നലെ അബിഗേൽ എക്സാം കഴിഞ്ഞു. എന്താണ് എക്സ്പീരിയൻസ്? പറയൂ. അബിഗേൽ എക്സാം ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളെല്ലാവരും അബിഗേലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അബിഗേൽ മാത്രമല്ലേ, എനിക്ക് ഇനിയും വേണ്ട. ഞാനും 10ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എക്സാം റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കാണുന്ന എല്ലാവരും അനുഗ്രഹം തരണം. നല്ല മാർക്ക്. അങ്ങനെ എന്തുവാ ചിരിക്കാതെ? അനുഗ്രഹം വാങ്ങിക്കുമ്പോൾ നമ്മൾ ചിരിക്കാൻ പാടില്ല. ഓക്കെ, പോകട്ടെ. അപ്പം നമ്മൾ ഇങ്ങനെ രസത്തിലാണ്. ഷാന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇവരെന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. സംഭവം അതായത് ഒരു വീഡിയോ എടുത്തു, പക്ഷേ ഇവരത് ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ പ്രതികാരമായി കമ്പാക്ക് ആയിട്ട് ഞാൻ ആരും പറയുന്നത് ഒരു മാസ്റ്റർ മൈൻഡ് ചെയ്ത് ഞാൻ ഒരാളുടെ നിന്ന് ഫോൺ വാങ്ങിച്ചു. അങ്ങനെ ആ ഫോണിൽ നിന്നാണ് എടുത്ത വീഡിയോ ആയിരുന്നു. നേരത്തെ കണ്ട വീഡിയോകൾ നിങ്ങൾ. അപ്പം ചിരിക്കാതെ പറ്റേ, ഈ കൊച്ചിന് ചിരിയേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വാ. എന്തുവാ? ഇല്ല, ഞാൻ ഇവിടെ ഗൈസ്, നിങ്ങളെങ്കിലും ഒന്ന് പറ ഈ കൊച്ചിനോട് കൈ മാറ്റാൻ. നീയൊക്കെ എന്തോ പ്രശ്നം? നാളെ ഞാൻ നിന്നെ കാണിച്ച് കൊല്ലു കേട്ടോ. മര്യാദയ്ക്ക് നിന്നെ നാളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, നാളത്തെ ഡേ ആണ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഡേ. നാളെ നമ്മുടെ പ്ലാൻസ് ഒക്കെ ഞാൻ പറയാം. നാളെ നമ്മൾ വെളിയിൽ കറങ്ങാനൊക്കെ പോകും. വീട്ടിൽ ഇവർ സ്റ്റേ ആയിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ വീടൊന്നും കത്തിക്കൂല. ഇവരൊക്കെ വീട്ടിൽ വരും, അത്രേ ഉള്ളൂ. അപ്പം എന്നെ ആരും വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല. അപ്പം അത്രയും ഞാൻ പ്രതികാരം ചെയ്യും. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും. അപ്പം പക്ഷേ ഇന്നത്തേക്ക് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. മരിക്കണി നിങ്ങളെ കേൾക്കുന്നത്. ഇന്ന് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. ഇന്ന് കുഞ്ഞു വീഡിയോ ആയിരിക്കും, മിനി വ്ളോഗ് ആയിരിക്കും. ഇന്നങ്ങനെ അത്രയ്ക്ക് കാണത്തില്ല. അപ്പം എൻജോയ് ഗൈസ്, എൻജോയ്. ഷാറിനെ കൂടെ വന്നിട്ട് നമുക്ക് ഷാറിൻ്റെ അപ്ഡേറ്റ് ആണ്. അവളുടെ ഇന്ന് ലാസ്റ്റത്തെ NCC ആണ്. അപ്പം ഈ വർഷത്തെ ലാസ്റ്റ് NCC. അടുത്ത ഏപ്രിൽ കാണും. അല്ല, ഏപ്രിലല്ല, മെയിൽ കാണും. ഏപ്രിലിൽ VBS ഉണ്ട്. പക്ഷേ VBSൻ്റെ വ്ളോഗ് എടുക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എടുക്കണോ? എടാ എന്തുവാണ് നിങ്ങളൊക്കെ ഒരു ഏലിയൻ അച്ചോല അഭിയാവോ? ഓക്കെ, ഞാൻ നിങ്ങൾ ചാനലിൻ്റെ നെയിമൊക്കെ സജസ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അതല്ലേ കേട്ടോ. വെൽക്കം ബാക്ക് ടു ഏലിയൻ H 2.0. ഓ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ ചാനൽ വരെ ഏലിയൻ H 2.0 ഇടാൻ പോകണം. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ നാളെ മറ്റന്നാൾ ഫുൾ കറക്കമൊക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് വരെ നമുക്ക് സിനിമ കാണാൻ പോവാം. എമ്പുരാൻ കാണാൻ നോക്കാം. ട്രൈ അവർ ബെസ്റ്റ്. പിന്നെന്താ, അപ്പം നമ്മൾ നല്ല കിടലായിട്ട് ഇവിടെ ഇരിക്കുക. ഷാറിനെ കാണാനായിട്ടാണ് തോന്നുന്നു നീ പോയത്. മൊബൈൽ വന്നിട്ട് പോയതുകൊണ്ട് ഭാഗ്യം എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. അപ്പം നമ്മുടെ അടുത്ത പ്ലാൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാം. ഓക്കെ, വെക്കേഷൻ അപ്പോൾ പൊളിക്കണ്ടേ? പൊളിയാണ്. ഞാൻ പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അത് അങ്ങനെ ഇരിക്കും. ഓക്കെ. പിന്നെ എന്താണ്? ഇല്ല, നീ വീഡിയോ എടുക്കാം. നിനക്ക് അന്നല്ലേ റിസൾട്ട് വരും. പിന്നെ വരുവാ. ഓക്കെ, ഇവൾക്ക് മെയിൽ വരും, എനിക്ക് മെയിൽ വരും. നിങ്ങൾ May 10 തീയതി 2 തീയതി ഇവൾക്ക് May 10 വരും. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ എടുക്കാം. അപ്പം ഇന്നത്തെ പറയുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചില്ലടിക്കുക അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വൈകുന്നേരം സന്ധ്യാനമസ്കാരത്തിന് പോകും. അതുകൊണ്ട് ഞാൻ നേരത്തെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇവരെ പോയി കുളിക്കാതില്ല. കണ്ട കുളിക്കാതെ ഇന്നലെ കുളിച്ചോളൂ. നീ ഇന്നലെ മാത്രം കുളിച്ചോളൂ കേട്ടോ. ഇന്നലെ മാത്രം കുളിച്ചു. അപ്പോൾ വേറെ ഒരു ദിവസം കുളിച്ചില്ല. ഞാൻ എന്നും കുളിക്കണം. നമ്മൾ പള്ളിയിൽ പോകുന്നതുകൊണ്ട് നിന്റെ പല്ലെന്ന് കാണിച്ചേ. വെളുത്താണ് ഇതിന്റെ കാണുമ്പോൾ വെളുത്താണ് കാണിയിരങ്ങോട്ട്. പല്ല് മാത്രം കണ്ണിങ്ങനെ വെച്ചിട്ട് പല്ല് മാത്രം കാണിക്കും. നീ പോച്ചാ അങ്ങോട്ട്. എൻ്റെ വല്ല വൃത്തിയായിട്ട് നല്ല
ചേച്ചി നമ്മള് അബിഗലിന്റെ ഗിഫ്റ്റ് ആണ് ഗൈസ്. അബിഗലിന്റെ ഗിഫ്റ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. ചുമ്മാല്ല ഫ്ലാഷ് ഫ്ലാഷ് ഓൺ ആക്കണം. ഞാൻ വേറെ ബസ്സിലാ വന്നേ. അപ്പം ഒരു സ്റ്റോപ്പ് ഒന്നും അറിയത്തില്ല. ഞാൻ എന്തൊക്കെ കൊച്ചമ്മടുത്ത് യാപ്പ് ചെയ്ത് കൊച്ചമ്മ എന്തൊക്കെയോ പറഞ്ഞ് അവസാനോട് വിളിക്കാൻ വന്നു. ലാസ്റ്റ് സ്റ്റോപ്പ് അത്രയും നേരം ആദ്യത്തെ ബസ് അത്രയും നേരം ഇല്ല എന്റെ വീട്ടിൽ കൂടെ പോയി എല്ലായിടത്തും കൂടെ പോയി എല്ലായിടത്തും പോയിട്ട് ലാസ്റ്റ് വന്ന് അങ്ങോട്ട് പറ. ഓക്കെ എന്നെ കുഴിച്ചു മൂടിട്ട് ഫ്ലോർ ഇട്ടോ വെജിറ്റേറിയൻ ഓക്കെ അയ്യോ 1 2 3 4 5 6 7 8 ഓക്കെ മതി ഓക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ. 1 സെക്കൻഡ് ഇത്രയേ ഉള്ളൂ. ബാക്കി വീട്ടിൽ തന്നിട്ട് ഓക്കെ കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓ ഫ്ലാഷ് ആണ് ആക്കില്ല. ഓക്കെ ഗൈസ് കണ്ടു കണ്ടു. വെരി വെരി പ്യുവർ വെരി വെരി പ്യുവർ. ഗൈസ് അബിഗേൽ വിട പറയാൻ ഞാൻ പോകുന്നു. മനസ്സൊലി പിന്നിൽ വന്നാൽ പറഞ്ഞോട്ടാ. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ വീട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പം എന്തോ സന്ധ്യ നമസ്കാരം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. പള്ളി കഴിഞ്ഞിട്ട് ഷാരൻ നേരെ വീട്ടിൽ പോയി. അവൾ രാവിലെ തൊട്ട് വെളിയിലായതുകൊണ്ട് കുളിച്ചില്ല. അപ്പോൾ കുളിക്കണം. അതുകൊണ്ട് അവൾ വീട്ടിൽ പോയി. ചിലപ്പോൾ വരുമായിരിക്കും, ഒരു പിടിയില്ല. പിന്നെ നാളെ മിസ് ചെയ്യാൻ പാടില്ല. നാളത്തെ ഡേ ഒരിക്കലും മിസ് ചെയ്യാതെ. ഓക്കെ പിന്നെന്താ പിന്നെ ഇന്നിവിടെ വന്നു. ഇനി ഉറക്കം അതൊക്കെ ഉള്ളൂ. ഓക്കെ സോ അടുത്ത വീഡിയോ ഇറങ്ങുന്നേരം വെയിറ്റ് ചെയ്യാം. ടാറ്റാ ബൈ ഗുഡ് നൈറ്റ്.